ഹായ് ഫ്രണ്ട്സ്, ഹെറ്റ്മീൽ ഉടന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ആദ്യമായിട്ട് എന്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി യൂട്യൂബിൽ ഹെറ്റ്മീൽ ഉടന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോയുടെ താഴെ ചുമന്ന കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കും. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ബട്ടണും ഉണ്ട്. അതുകൂടി പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ കുറെ നാളായിട്ട് ഞാൻ ബ്യൂട്ടി ടിപ്സിന്റെ വീഡിയോ ഇട്ടിട്ടില്ല. എല്ലാരും പറയുന്നുണ്ട്, എന്താ ചേച്ചി ബ്യൂട്ടി ടിപ്പ് ഇടാത്തെ, മറന്നുപോയോ, കുക്കിംഗ് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പൊ ഞാൻ അന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്, നല്ല എന്തെങ്കിലും ടിപ്പ് കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ അടുത്തത് ഷെയർ ചെയ്തിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാത്ത, നമ്മുടെ വീട്ടിൽ സാധാ ഉള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആവാനും അതുപോലെ ഡാർക്ക് സ്പോട്ട്സ്, സൺ ടാൻ ഇതൊക്കെ മാറാനും ഈ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാത്തവർക്കും റെഗുലർ ആയിട്ട് ഫേസിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ടിപ്പായത്. ഈ ടിപ്പ് ഏത് സ്കിൻ ടൈപ്പുകാർക്കും ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. ഡെയിലി വേണമെങ്കിലും ചെയ്യാം. ആദ്യം നമുക്ക് വേണ്ടത് പാലാണ്. പച്ചപ്പാല് മതി, കാച്ചിയ പാല് വേണ്ട. അത് കവർ പാലോ ഡയറക്റ്റ് പശുമ്പാലോ എന്ത് വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം പഞ്ഞിയോ കോട്ടൺ തുണിയോ കോട്ടൺ പാഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുക്കി നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാം. അതായത് നല്ലൊന്ന് ക്ലീൻ ചെയ്യണം മുഖം. ഒരു 1-2 മിനിറ്റ് മതി. അത് പാഡ് ഉണങ്ങുമ്പോൾ വീണ്ടും പാലിനകത്ത് മുക്കി ഇതുപോലെ ചെയ്യാം. ഇത് ചെയ്തതിന് ശേഷം മുഖം കഴുകണ്ട. ഒന്ന് ആ പാല് മുഖത്ത് പിടിക്കട്ടെ. ആ മുഖത്ത് തന്നെ ഇരുന്നതും ഉണങ്ങും. ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. മുഖത്ത് മാത്രമല്ല, കഴുത്തിലും ചെവിയുടെ പുറവിലും. ഇതിനി നിങ്ങൾക്ക് കയ്യിലും കാലിലും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയ്യാം. അതിനുശേഷം അത് ഉണങ്ങിയ ശേഷം നമുക്ക് ലേശം തേൻ എടുക്കണം. അതും ഒത്തിരി വേണ്ട, കുറച്ച് മതി. എന്നിട്ട് നല്ല പഴുത്ത തക്കാളിക്ക ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഞെക്കി അതിന്റെ ജ്യൂസ് വരുന്ന പരുവമാക്കണം. എന്നിട്ട് ഈ തക്കാളിക്ക തേനിൽ മുക്കി നമ്മുടെ മുഖത്ത് നല്ലതുപോലെ മസാജ് ചെയ്യുക. ഒത്തിരി ശക്തിയോടൊന്നും മസാജ് ചെയ്യണ്ട. ആ തക്കാളിക്ക മുറിയിട്ടൊന്ന് ചെയ്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് തേനിൽ മുക്കി ഇതുപോലെ ചെയ്യാം. ഒരു 3-4 മിനിറ്റ് നല്ലതുപോലെ മൂക്കിന്റെ സൈഡിലും കഴുത്തിലും, നിങ്ങളുടെ മുഖത്ത് പോർസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടൊക്കെ ഇത് നന്നായിട്ട് മസാജ് ചെയ്യണം. ഇത് മുഖത്ത് മസാജ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ്, കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും ഇരിക്കണം. ഇത് മുഖത്ത് നന്നായിട്ട് പിടിക്കട്ടെ. അപ്പോഴത്തേക്ക് ചെറുതായിട്ട് ഉണങ്ങും. ഉണങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല. 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് ഇളം ചൂടുവെള്ളത്തിലോ സാദാ വെള്ളത്തിലോ നമുക്ക് മുഖം കഴുകാം. മുഖം കഴുകി തുടച്ച ശേഷം മോയ്സ്ചറൈസ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എല്ലാ ബ്യൂട്ടി ടിപ്പിലും പറയുന്നതാ, മുഖത്ത് എന്ത് ടിപ്പ് ചെയ്താലും അതിനുശേഷം ലാസ്റ്റില് മോയ്സ്ചറൈസ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ എന്ത് ക്രീം ഉണ്ടോ അത് യൂസ് ചെയ്യാം. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അലുവര ജെൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ബദാം ഓയിൽ ഉണ്ടെങ്കിൽ 1-2 തുള്ളി എടുക്കാം. എന്തായാലും മതി. മുഖത്ത് ഒരു എണ്ണമയം അത്യാവശ്യമാണ്. ബദാം ഓയിലോ ഒലിവ് ഓയിലോ അങ്ങനെ എന്തെങ്കിലുമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1-2 തുള്ളി ജസ്റ്റ് ഒന്ന് മയത്തിന് വേണ്ടി മാത്രം തേച്ചാൽ മതിയേ. അപ്പൊ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ആദ്യത്തെ ഉപയോഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് അറിയാൻ സാധിക്കും. അപ്പൊ ഇതുപോലെയുള്ള നല്ല റിസൾട്ട് കിട്ടുന്ന മറ്റൊരു ടിപ്പുമായി ഞാൻ ഉടൻ വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.